നടൻ പൃഥ്വിരാജിന് ആദായനികുതി വകുപ്പിന്റെ നോട്ടീസ്. നിർമ്മാണ കമ്പനിയുടെ പേരിൽ പണം വാങ്ങിയതിൽ വ്യക്തത വരുത്തണമെന്ന് ആദായനികുതി വകുപ്പ് അറിയിച്ചു. 3 സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ചാണ് നോട്ടീസ്. സഹനിർമ്മാതാവെന്ന നിലയിൽ 40 കോടിയോളം രൂപ പൃഥ്വിരാജ് സ്വന്തമാക്കിയെന്നാണ് കണ്ടെത്തൽ. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ഒപ്പം ചേരുന്നു. സുധീഷ്, എന്താണ് ആദായനികുതി വകുപ്പ് നോട്ടീസിൽ പറയുന്നത്? കൃഷ്ണരാജ് പൃഥ്വിരാജ് അഭിനയിച്ച 3 സിനിമകളുടെ ലഭിച്ച പ്രതിഫലത്തിന്റെ വിശദമായ വിവരങ്ങളാണ് ആദായനികുതി വകുപ്പ് ആരാഞ്ഞിട്ടുള്ളത്. അതായത് ഗോൾഡ്, അതോടൊപ്പം തന്നെ ജനഗണമന തുടങ്ങിയ സിനിമകൾ, തുടങ്ങിയ 3 സിനിമകളുടെ പ്രതിഫലം അത് എത്ര രൂപ കൈപ്പറ്റി എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാൽ ഈ സിനിമയിൽ അഭിനേതാവ് എന്ന നിലയ്ക്ക് പൃഥ്വിരാജ് പ്രതിഫലം കൈപ്പറ്റിയിരുന്നില്ല, മറിച്ച് ഇതിന്റെ സഹനിർമ്മാതാവ് എന്ന നിലയ്ക്കാണ് പണം കൈപ്പറ്റിയെന്നും അത്തരത്തിൽ 40 കോടി രൂപ കൈപ്പറ്റിയിട്ടുള്ളതായുമാണ് ആദായനികുതി വകുപ്പിന്റെ കണ്ടെത്തൽ. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് സംബന്ധിച്ച വിശദമായ വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. ഇതിൽ നേരത്തെ പൃഥ്വിരാജ് സമർപ്പിച്ചിട്ടുള്ള കണക്കുമായി ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസമുണ്ടോ, അതിൽ ഏതെങ്കിലും കൃത്രിമം കാട്ടിയിട്ടുണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു കൃത്യത വരുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിട്ട് സംബന്ധിച്ച് വിശദമായ കണക്കുകൾ ചോദിച്ചിരിക്കുന്നത്. ഇതൊരു സാധാരണ നടപടിക്രമമാണ് എന്നാണ് ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എന്നാൽ തന്നെയും ഈ 40 കോടി രൂപ കിട്ടിയതിന്റെ കൃത്യമായ കണക്കുകൾ വ്യക്തമാക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പൃഥ്വിരാജ് നിർബന്ധിതമായിരിക്കുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കൃഷ്ണരാജ്. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ.